കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല എന്ന CPM വാദത്തിന്റെ വായടപ്പിക്കുന്നതായി ഇരട്ട കൊലക്കേസിലെ ഇന്നത്തെ ശിക്ഷാവിധി. മുൻ MLA-യും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ അടക്കം കേസിൽ ശിക്ഷിക്കപ്പെട്ട ആളുകൾ CPM നേതാക്കളാണ്. ക്രൈംബ്രാഞ്ചിന്റെ പ്രതിപട്ടികയില്ലാതിരുന്ന നേതാക്കളും ശിക്ഷിക്കപ്പെട്ടത് സർക്കാരിന് കനത്ത തിരിച്ചടിയായി. രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നേതാക്കളും പ്രവർത്തകരും പ്രതിസ്ഥാനത്ത് വരുമ്പോഴെല്ലാം CPIM സ്ഥിരം ഒരു പല്ലവി പാടും: പാർട്ടിക്ക് പങ്കില്ല. ഈ വാദത്തെ തകർത്ത് തരിപ്പണമാക്കുന്നതാണ് CBI കോടതിയുടെ വിധി. കോടതി കുറ്റം കണ്ടെത്തി ശിക്ഷ വിധിച്ചവരിൽ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മുതൽ സാധാരണ അംഗം വരെയുണ്ട്. മുൻ MLA KV കുഞ്ഞിരാമനാണ് അതിൽ പ്രധാനി. നേതാക്കൾ ഉൾപ്പെടെ ശിക്ഷിക്കപ്പെട്ടതോടെ പാർട്ടിക്ക് പങ്കില്ലെന്ന വാദം തെറ്റാണെന്ന് വ്യക്തമാക്കുകയാണ്. എങ്കിലും വെറുതെ വാദിക്കാമെന്ന് മാത്രം. പാർട്ടിയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടത്തി ഉണ്ടായ ഒരു സംഭവമല്ല എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞാണ്. ഇന്നും അത് തന്നെയാണ് കോടതി വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ടും പറയുന്നത്. രാഷ്ട്രീയമായ ലക്ഷ്യത്തോടെ CPIM-നെ ഈ കേസിൻ്റെ ഭാഗമാക്കാൻ ശ്രമിച്ച നിലപാടിനെ ഫലപ്രദമായി ശക്തിയായിട്ട് ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന നില സ്വീകരിക്കും എന്നുള്ളതാണ് അത് സംബന്ധിച്ച് പറയുന്നത്. കൊലപാതക കേസിൽ CPIM-ന്റെ മുൻ MLA-യും ജില്ലാ സെക്രട്ടറി അംഗമായ ഒരു നേതാവിന് ശിക്ഷ ലഭിക്കുന്നത് സമീപകാലത്ത് ഇതാദ്യമാണ്. TB വധക്കേസിൽ കോഴിക്കോട്ടെ നേതാവ് P. മോഹനൻ പ്രതിയായതാണ് ചരിത്രത്തിലെ മറ്റൊരു സംഭവം. എന്നാൽ അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടിരുന്നില്ല. അപ്പോൾ CPM-നെതിരായിട്ടുള്ള ഗൂഢാലോചന പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഒരു പ്രശ്നം. CPIM ഈ കേസിൽ ഗൂഢാലോചന നടത്തി പ്രതികളെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചു എന്ന പ്രശ്നം ഈ കേസിൻ്റെ വിധിയുടെ ഭാഗമായിട്ട് തന്നെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. CPIM-ന്റെ കാസർകോട്ടെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന നേതാവായിരുന്നു മുൻ MLA KV കുഞ്ഞിരാമൻ. കൊലപാതക കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ ആ സാധ്യതയും അടഞ്ഞു. 24 തിരുവനന്തപുരം.